ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പുരസ്കാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കൈനീട്ടി വാങ്ങണമെങ്കിൽ അവരുടെ മൂട് താങ്ങാതെ തരമില്ലെന്ന് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാർക്ക് നന്നായി അറിയാം. പൊതുയിടങ്ങളിലെ പ്രതികരണങ്ങൾ സർക്കാരിനെ നോവിക്കാതിരിക്കാൻ നമ്മുടെ നാട്ടിലെ പുണ്യാളന്മാരായ ഇടതുപക്ഷ സാഹിത്യകാരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവിടെ വിഷയങ്ങൾക്കോ നിലപാടുകൾക്കോ പ്രാധാന്യമില്ല. സ്വരാജിനെ പിന്തുണയ്ക്കാൻ ഓടിയെത്തിയത് 30-ലേറെ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളുമാണ്. KR മീര മുതൽ M മുകുന്ദൻ വരെയുള്ളവർ സ്വരാജ് സ്നേഹവും അതുവഴി പിണറായി സ്നേഹവും പ്രകടിപ്പിച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജിനെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കുക മാത്രമല്ല ചില സാഹിത്യ കുട്ടപ്പന്മാർ ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആക്ഷേപിച്ചുകൂടി പിണറായി പ്രതിഭക്തി അവർ തെളിയിച്ചു. എഴുത്തുകാരൻ വൈശാഖനാണ് ഇതിൽ മുൻപന്തിയിൽ. പ്രതിപക്ഷ നേതാവ് നല്ല വായനക്കാരനാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ വർത്തമാനത്തിൽ അതൊന്നും കാണുന്നില്ല. ഇടതുപക്ഷ നേതാക്കളാണ് കൂടുതൽ വായിക്കുന്നതായി നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. കഴിവുള്ള വ്യക്തിയാണെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് സാഹിത്യ സമൂഹം സ്വരാജിനെ പിന്തുണയ്ക്കുന്നതെന്നാണ് വൈശാഖന്റെ ഭാഷ്യം. എന്നാൽ അർഹിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ദീർഘകാലമായി സമരമുഖത്തുള്ള ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളും രംഗത്ത് വന്നില്ല എന്നു മാത്രമല്ല, ആശാ സമരത്തിന്റെ പേരിൽ സാഹിത്യകാരന്മാരെ കുറ്റപ്പെടുത്തുന്നതിനെ അവർ പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാചാരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കൃതി എന്ന് അവകാശപ്പെടുന്ന KR മീര ഒന്നുകൂടി കടത്തി പറഞ്ഞുകൊണ്ട് സ്വരാജിന് പിന്തുണ നൽകി. എന്നാൽ ഈ നാട്ടിൽ നട്ടെല്ലുള്ള നിലപാടുള്ള സാഹിത്യകാരന്മാരും ഉണ്ടെന്ന് കൽപ്പറ്റ നാരായണ മാഷെ പോലുള്ളവരും രംഗത്തെത്തി. എഴുത്തുകാർ മുഴുവൻ സ്വരാജിനൊപ്പം എന്ന് പ്രഖ്യാപിക്കാൻ വൈശാഖനെ ആരാണ് ചുമതലപ്പെടുത്തിയത്? വൈശാഖൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് മാത്രം അംഗീകാരം കിട്ടിയ ആർക്കും തീർച്ചയായും പിന്തുണയ്ക്കാം. സ്വരാജ് വായിച്ചതുകൊണ്ട് പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് എന്തു പ്രയോജനം? പാർട്ടിയുടെ ദുശ്ചേതികളെ എതിർക്കുകയോ വിമർശിക്കാൻ വേണ്ട ഇച്ഛാശക്തി കാണിക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ല കൽപ്പറ്റ തുറന്നടിച്ചു. PS മാത്യൂസിനെ പോലുള്ള എഴുത്തുകാരും നിലമ്പൂരിലെ വോട്ടില്ലാത്ത സാഹിത്യകാരന്മാരെ വിമർശിച്ചു. പിൻവാതിലിലൂടെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ വിവിധ തസ്തികകളിൽ നിയമിച്ചപ്പോഴോ 51 വെട്ടി TP ചന്ദ്രശേഖരനെ വധിച്ചപ്പോഴോ ഒന്നും നിലപാട് വ്യക്തമാക്കാതെ ഇരുന്നവരാണ് ഈ സാഹിത്യകാരന്മാരെന്ന് ഓർക്കണം. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം, LDF സർക്കാർ ഉള്ളപ്പോൾ പരമാവധി പുരസ്കാരങ്ങൾ വാങ്ങിയെടുക്കുക. ഇവർ എഴുതുന്ന ഏതു ചവറിനും അവാർഡ് കിട്ടുകയും ചെയ്യും. അല്ലാതെ സ്വരാജ് ജയിച്ചാലെന്താ തോച്ചാലെന്താ? കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.